നോബഡി ഈസ് എബവ് ചർച്ച്. സഭയ്ക്ക് മുകളിൽ ആരുമില്ല. ഞങ്ങളെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപദേശം തരുന്ന ബഹുമാനപ്പെട്ട വൈദികർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാമോ? സഭയെ അനുസരിക്കാത്തവർ സഭയോടൊത്തല്ല. നിങ്ങൾ എഴുതി വയ്ക്കത്. സഭയെ അനുസരിക്കുന്നവരാണ് സഭയോടൊത്ത്. സഭയോടൊത്ത് ആണെന്ന് തോന്നിക്കുന്നവർ സഭയോട് ഒത്തല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളോട് അവർ പറഞ്ഞു, നിങ്ങൾ പരസ്യമായിട്ട് എന്ത് ചെയ്യണം? പറയണം. സഭയെ അനുസരിക്കാത്തവർ എന്തല്ല? സഭയോടൊത്തല്ല. അതാണ് ഏറ്റവും വലിയ അപജയം. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രസക്തി ഇവിടെയാണ് വന്നേക്കണേ. റോസാ മിസ്റ്റിക്ക മാതാവാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. രക്തക്കണ്ണീരിട്ടുള്ള മാതാവിൻ്റെ തിരുസ്വരൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്തക്കണ്ണീര് ഒഴുകിയിട്ടുള്ളത് ഏത് തിരുസ്വരൂപത്തിൽ നിന്നാണ്? റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെയാണ് ഏറ്റവും കൂടുതൽ രക്തക്കണ്ണീര് ഒഴുകിയിട്ടുള്ളത്. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ മെസ്സേജ് എന്താ? പൈറീന ഗെല്ലി എന്ന ഒരു നേഴ്സിന് മാതാവ് 3 വാളുകൾ വിമല ഹൃദയത്തിൽ തുളച്ച് കയറി രക്തം ബ്ലീഡ് ചെയ്യുന്ന ദൃശ്യമായിട്ടാണ് ആ നേഴ്സിൻ്റെ മുമ്പിൽ നിന്നത്. ആ നേഴ്സ് ആകെ പേടിച്ച് വശമായി. അമ്മയെന്ന് വിളിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നീ 3 കാര്യത്തിന് വേണ്ടി 3 കാര്യങ്ങൾ: പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം. എന്തിനു വേണ്ടിയാ അമ്മേ? 1, സെമിനാരിൽ പോയിട്ടുള്ളൊരു സെമിനാരി വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരുന്ന വൈദികർക്ക് വേണ്ടി. 2, വൈദികരായതിനു ശേഷം തിരുപ്പട്ടം ഉപേക്ഷിച്ച് പോരുന്ന വൈദികർക്ക് വേണ്ടി. 3, വൈദികരായതിനു ശേഷം സഭയിൽ തന്നെ നിന്നുകൊണ്ട് സഭയ്ക്ക് തുരങ്കം വയ്ക്കുന്ന യൂദാസുമാർക്ക് വേണ്ടിയിട്ട്. ഈ 3 ടൈപ്പ് വൈദികർക്ക് വേണ്ടിയാണ്. അപ്പോൾ മാതാവിൻ്റെ ദൃഷ്ടിയിൽ ഒരു സെമിനാരിയിൽ പോയ ഒരു ആള് വൈദികനാ. അല്ലാണ്ട് വിളിയില്ലാണ്ടോന്നല്ല അവർ തിരിച്ചു പറഞ്ഞേ. വിളി വേണ്ടാന്ന് വെച്ച് പോരുന്ന ഈ 3 ടൈപ്പ് വൈദികർക്ക് വേണ്ടി നീ പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം ചെയ്യണം. നീ ചെയ്യോ? ഇതാകെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കാല്ല. ഇതിങ്ങനെ ബ്ലീഡ് ചെയ്യാണ്. ഈ മാതാവിൻ്റെ ഹൃദയത്തിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ ബ്ലീഡ് ചെയ്യാണ്. ഇത് പകച്ചിങ്ങനെ നിൽക്കണ്. അമ്മേ ഞാൻ ചെയ്യാം, അമ്മേ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അങ്ങനെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈ 3 വാളുകൾ 3 റോസാപ്പൂക്കളായിട്ട് മാറും. പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം. ഞാൻ ഇന്നലെ പറഞ്ഞേ ഇവിടെ ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പിശാച് എന്ത് ചെയ്തു? ഈ 99% ആത്മായരെ വഴിതെറ്റിക്കാൻ ഇത്ര എളുപ്പമല്ല. കുറച്ച് പൊട്ടന്മാർ ഈ സാബു ചേട്ടനെ പോലെ അവറാച്ചനെ ഉള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അവരെ പെട്ടെന്ന് അങ്ങോട്ട് വീഴിക്കാനായിട്ട് പറ്റില്ല. കുറേ എണ്ണത്തിന് എളുപ്പം ഈ 1% വഴി പഴപ്പിച്ചാൽ 99% വഴി പഴച്ചോളും തന്നെ. ഒരു വൈദികന് വഴി പഴച്ചാൽ അവൻ്റെ പിന്നാലെ ഒരു 10,000 പോയി കിട്ടും. കാരണം നമ്മളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് കത്തോലിക്കനെ സംബന്ധിച്ചോളം, ഒരു കത്തോലിക്ക വൈദികൻ എന്ന് പറയുന്നത് ഒരു മാതൃകാ പുരുഷനാണ്. നമ്മളൊരു സംശയം ചെന്ന് ചോദിക്കുക, ആരോടാ? വൈദികരോട് ചോദിക്കും. ഇപ്പം യോഗ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ യോഗ കഴിഞ്ഞ് ഉണർവോടെ വരുന്ന വൈദികൻ എന്ത് പറയും? എന്താ മോൾക്ക് പ്രശ്നം? ഇന്നതിന് മോൾ ഇന്ന ആസനം ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ യോഗ ചെയ്യുന്നത് നല്ലതായിരിക്കും. നടുവേദന മാറി, എൻ്റെ കഴുത്ത് മാറി, അത് മാറി, ഇത് മാറി എന്ന് പറയും. കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? പണി കഴിഞ്ഞോ? പിന്നെ ചോദിക്കുന്നത് സിസ്റ്റർമാരോടാ. സിസ്റ്ററെ ഇന്നത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ആ സിസ്റ്റർ നാഗാസനത്തിൽ നിൽക്കായിരിക്കും. കണ്ട, എനിക്കുണ്ടായിരുന്ന നടുവേദന ഞാൻ നാഗാസനത്തിൽ നിന്നിട്ട് മാറിയത്. നിനക്ക് നടുവേദനയല്ലേ? മിക്ക പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം നടുവേദനയാണ്. അല്ല, ഇതൊക്കെ ഇപ്പം ഞാനെന്ത് ചെയ്യാനാ? അപ്പം ഈ 1% നശിപ്പിച്ചാൽ എന്ത് പറ്റും? 99 പോയി. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, സഭയെ അനുസരിക്കാത്തവർ സഭയോടൊത്തല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കാര്യം സ്വർഗം വെളിപ്പെടുത്തുന്ന കാര്യം പറയണേ. സ്വർഗം വെളിപ്പെടുത്തുന്ന കാര്യം പറയണേ.
നിങ്ങൾ റോസാമിസ്റ്റിക മാതാവ് എല്ലാവരും റോസാമിസ്റ്റിക മാതാവിൻ്റെ രൂപം കൊണ്ട് വീട്ടിൽ വയ്ക്കാൻ വലിയ ആഗ്രഹമുള്ളവരാണ്. പക്ഷേ വൈദികർക്ക് വേണ്ടി മുട്ടുമ്പോൾ നിന്ന് മെറ്റലിട്ട് ഉപ്പിട്ട് മുളകിട്ട് പ്രാർത്ഥിക്കണം രൂപം കൊണ്ട് ഇവിടെ വയ്ക്കണമെങ്കിൽ. അതിൻ്റെ മിനിസ്ട്രി അതാണ്. വൈദികർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഉപവാസം പ്രായശ്ചിത്ത പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. പറയണ മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് പറയണ മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, സഭയെ അനുസരിക്കാതിരിക്കുക, വചനത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്യുക, അത് ആരായാലും തന്നെ ആർക്കും അതിനുള്ള അനുവാദം ദൈവം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. കാരണം ഈ നമ്മൾ വേറൊരാളെ അനുഗമിച്ചാൽ ആൾ വഴിതെറ്റിയാൽ എന്തു പറ്റും? എല്ലാം വഴിതെറ്റും. ഈശോക്കറിയാം ഇപ്പം ഇന്ന് അല്ലെല്ലി പറഞ്ഞ ആൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ്റെ അല്ലെല്ലി മാറിപ്പോവും. അപ്പം നമ്മൾ അന്നത്തെ ആവേശം കണ്ടിട്ട് അവൻ്റെ പിന്നാലാണെന്ന് അവൻ വഴിതെറ്റി അതിൻ്റെ ഇടയ്ക്ക് നമ്മളറിയണില്ല. അപ്പം എന്ത് ചെയ്യും? നമ്മളും പോവും. അതുകൊണ്ട് ഈശോ പറഞ്ഞിട്ടില്ലേ പൗലോസിൻ്റെ പിന്നാലെ പോകും, പത്രോസിൻ്റെ പിന്നാലെ പോകും, യാക്കോബിൻ്റെ പിന്നാലെ പോകാൻ പറഞ്ഞല്ലോ? ഇല്ല. മനുഷ്യരുടെ വിലഹീനത അതൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നിങ്ങൾ അതേക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഇപ്പോൾ ഇവിടെ സാറന്മാരൊക്കെ ഉണ്ട്. സാറന്മാരൊക്കെ അതിൻ്റെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഈ വചനത്തെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് ഡോക്യുമെൻ്റാണ് ദൈവവർബം എന്ന ഡോക്യുമെൻ്റ്. ദൈവവർബം എന്ന് പറഞ്ഞ വചനത്തെക്കുറിച്ചുള്ള അതിനകത്ത് ആ ഡോക്യുമെൻറ്റിൽ ദൈവവർബം വത്തിക്കാൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് അതിൻ്റെ ഒരു അമെൻമെൻറ്റ് ആണ് വചനത്തെക്കുറിച്ചുള്ളതാണ് ദൈവവർബം. DEIVERBUM ദൈവവർബം. നിങ്ങൾക്ക് സൈറ്റിലടിച്ചാൽ കിട്ടും. ദൈവവർബത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ടീച്ചിങ് മജിസ്റ്റേറിയം ഈസ് സബ്ജക്റ്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. എന്ന് വെച്ചാൽ പ്രബോധനാധികാരം വചനത്തിന് വിധേയപ്പെട്ടിരിക്കണം. പ്രബോധനാധികാരം വചനത്തിന് വിധേയപ്പെട്ടിരിക്കണം എന്ന് വെച്ചാൽ ഓരോ രൂപതയിലും ഒരു പ്രബോധനാധികാരമുണ്ട്. ബിഷപ്പും പണ്ഡിതന്മാരും അടങ്ങിയ ഒരു പ്രബോധനാധികാരമുണ്ട്. അതിന് ടീച്ചിങ് മജിസ്റ്റേറിയം എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. മലയാളത്തിൽ പ്രബോധനാധികാരം എന്ന് പറയാം. ഓരോ രൂപതയിലും ഒരു പ്രബോധനാധികാര ടീമുണ്ടായിരിക്കും. ബിഷപ്പ് ബീയിങ് ദ ഹെഡ്, മറ്റ് പണ്ഡിതന്മാരും കൂടിയിട്ടുള്ളത്. മനസ്സിലാവുണ്ടോ? ഈ പ്രബോധനാധികാരത്തിന് വചനവിരുദ്ധമായി പഠിപ്പിക്കാൻ അനുവാദമില്ല. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പഠിപ്പിച്ചാൽ വിശ്വാസി അത് എന്തു ചെയ്യണ്ട? അനുസരിക്കണ്ട. 2, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഒരു മാർപ്പാപ്പ, ഒരു ജനറൽ സിനഡ്, കത്തോലിക്ക സഭയുടെ ജനറൽ സിനഡ് ഒരു കാര്യം 1000 വർഷങ്ങൾക്ക് മുമ്പ് പാസ്സാക്കിയിട്ടുള്ളൊരു കാര്യം പിന്നീട് ഒരു മാർപ്പാപ്പന്മാർക്കും ഒരു ജനറൽ സിനഡിനും അത് മാറ്റാനുള്ള അധികാരമില്ല. അതാണ് മാർപ്പാപ്പയുടെ തെറ്റാവരെന്ന് പറയുന്ന സാധനം, ഇൻഫാലിബിലിറ്റി. ഒരു മാർപ്പാപ്പ എക്സ് കാത്തഡ്ര ഒരു വിശ്വാസ സംബന്ധമായ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മാർപ്പാപ്പന്മാർക്കും അത് മാറ്റാനുള്ള, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന് അന്ന് തെറ്റുപറ്റിയില്ലേ? മാറ്റുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കത്തോലിക്ക സഭയെ നയിക്കുന്ന മാർപ്പാപ്പയ്ക്ക് അന്ന് തെറ്റുപറ്റി. അതുകൊണ്ടാണല്ലോ 500 വർഷം കഴിയുമ്പോൾ വേറെ മാർപ്പാപ്പ മാറ്റണത്. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റോ സാറേ? പരിശുദ്ധാത്മാവിന് ഇങ്ങനെ ബുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുമോ? എനിക്കറിയാൻ പാടില്ല ചോദിക്കുക. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? ഈ പരിശുദ്ധാത്മാവിന് ഇങ്ങനെ LKG UKG BCom MA BA ആകുമ്പോൾ ഇങ്ങനെ അതനുസരിച്ച് ഇങ്ങനെ ബുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുമോ? അങ്ങനെ വർഷങ്ങൾ പഴയതാകുമ്പോൾ ബുദ്ധി മന്ദബുദ്ധിയായിക്കൊണ്ടിരിക്കുമോ? പലരും ഇങ്ങനെ ചിന്തിക്കണേ. കാരണം ഈ പിതാവായ ദൈവത്തെ കളവനായിട്ട് പടം വരച്ച് വെച്ചിട്ട് ദൈവം വയസ്സായി പറ്റാണ്ടായി അങ്ങേർക്ക് ഒന്നും തരണം. കാരണം നരച്ച് കുറച്ച് ഒരു ഭീകരാവസ്ഥയിലാണ് ആരിയിരിക്കണേ. അങ്ങേർക്ക് നമ്മളൊന്നും താങ്ങി കൊടുത്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പിതാവായ ദൈവം താഴോട്ട് വീണു പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് പറഞ്ഞു സാറേ? നരച്ച് കുറച്ച് എണീറ്റ് നിൽക്കാൻ പാടാത്ത പിതാവായ ദൈവത്തിനെ കണ്ടല്ലേ? ദൈവത്തിന് വയസ്സാവോ? പിന്നെ എന്തത് ഇങ്ങനെ ഇരിക്കണേ?
അല്ല, ഇപ്പം ഈ പടങ്ങളിൽ ഇങ്ങനെ ഈ ഒരു ഭീകരാവസ്ഥ എന്തത്, ഈ കലാകാരന്മാർ എന്താക്കി ഇപ്പം നമ്മൾ വിചാരിക്കണ പിതാവായ ദൈവത്തിന് നമ്മൾ ഒന്ന് താങ്ങി കൊടുത്തില്ലെങ്കിൽ ദൈവമേ പല പള്ളികളിലും ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇപ്പം വീഴും. പാവം പിതാവായ ദൈവം എന്തെങ്കിലും സൂപ്പ് എന്തെങ്കിലും കൊടുക്കും, ഇപ്പം തട്ടിപ്പോകുന്ന ലക്ഷണമുണ്ട്. അതേമാതിരിയാണ് പിതാവായ ദൈവത്തെ ആക്കി വെച്ചേക്കണേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയുണ്ട്? വയസ്സായില്ലേ, 6000 വർഷമൊക്കെ ആയി, വയ്യാണ്ടായില്ലേ? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാമോ എന്നുള്ള കാഴ്ചപ്പാടാണ് ഇപ്പോൾ എല്ലാവർക്കും. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, സഭയുടെ തന്നെ ഡോക്യുമെൻ്റ് പറയുന്ന ഒരു കാര്യമാണ്, പ്രബോധന അധികാരം വചനത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു. കോട്ട് ദൈവർഭം വത്തിക്കാൻ ലേറ്റസ്റ്റ് ഡോക്യുമെൻ്റാണ്, വേർഡ് ഓഫ് ഗോഡാണ്. വചനത്തെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വചനമാണ്. അതേപോലെ തന്നെ ജനറൽ സൂനോദോസിൽ തീരുമാനമെടുത്തിട്ടുള്ളതാണ് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത്. ഭക്ഷിക്കുക മാത്രമല്ല, അതിനെ നമ്മൾ ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആദ്യത്തെ കത്തോലിക്ക സഭയുടെ ജനറൽ സൂനോദോസ് 1529 അപ്പസ്തോല പ്രവർത്തനത്തിൽ എഴുതിയിട്ടുള്ളതാണ്. വിഗ്രഹങ്ങൾ അർപ്പിച്ചവ തുടരുത്. ഇവിടെ വെട്ടി വിഴുങ്ങ. ഇന്നേ വരെ കത്തോലിക്ക സഭയിൽ ഒരു ജനറൽ സിനഡിലും വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞിട്ട് തീരുമാനം എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരട്ടെ. കത്തോലിക്ക സഭയുടെ ഏത് സിനഡിലാണ് വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനം എടുത്തിട്ടുള്ളൂ എന്ന് പറയാമോ? ഇന്നും വേണ്ട തരും. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്ത്. അങ്ങനെ ഒരു സിനോദോസ് കൂടിയിട്ടില്ല, കൂടാൻ പറ്റൂല. പറയണം, മനസ്സിലാവണ്ട? അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മളെ നയിക്കുന്നവർക്ക് തോന്നിയ പോലെ നയിക്കാനുള്ള അനുവാദമൊന്നും സഭയും കൊടുത്തിട്ടില്ല, വചനം കൊടുത്തിട്ടില്ല, ദൈവം കൊടുത്തിട്ടില്ല. പറയണം, മനസ്സിലാവണം നിങ്ങൾക്ക്? അതുകൊണ്ട് ആരും പറയണ പിച്ചും പേയും നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. എന്ന് നമ്മൾ ഇച്ചിരി പ്രബുദ്ധരാവണം. നമ്മൾ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ആയതല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളും എന്ത് ചെയ്യണം? അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മളും മനസ്സിലാക്കിയിരിക്കണം. ഈ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പം പാതിര 10 മണിയാളാന്നു നമ്മളോട് പകൽ 10 മണിക്ക് പറയുമ്പോൾ അയ്യോ മഹറോൻ ചെയ്യില്ലല്ലോ. പറയണ മനസ്സിലാവുണ്ടോ? ഇപ്പം ഞാൻ പറയണ അല്ല, ഇപ്പം രാവിലെ 10 മണി, ഇപ്പം രാത്രി 10 മണിയാണ് എന്ന് ഞാൻ സമ്മതിച്ചില്ല. ഈ മഹറോൻ ചൊല്ലൊന്നും പേടിച്ചിട്ട് ഈ കത്തോലിക്കരുടെ ഒരു പ്രശ്നം പേടിയാ. പറയണ മനസ്സിലാവണ്ട? ഈ മഹറോൻ ചെല്ലണമെങ്കിലും ഒരു ഇതുണ്ട്. ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ചെറിയ കോഡ് ഭാഷയിലേ പറയുള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു പാർട്ടിയിലെ ഒരാൾക്ക്, ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാൾ വേറൊരാളെ പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും, പുറത്താക്കണമെന്ന് വിചാരിക്കും. ഒരു കാര്യം അത് പിന്നീട് മനസ്സിലാക്കാണ്. ഈ സസ്പെൻഡ് ചെയ്ത ആൾക്ക് പ്രൈമറി മെമ്പർഷിപ്പ് ഇല്ല എന്ന് വിചാരിക്കും. ആ സസ്പെൻഷൻ വാലിഡ് ആണോ? അപ്പോൾ ഒരാൾ മഹ്റോൻ ചെല്ലണമെങ്കിൽ ആ ആൾ ആദ്യം എന്തായിരിക്കണം? ആദ്യം കത്തോലിക്കനായിരിക്കണം. കത്തോലിക്കനായിരിക്കണമെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. മാർപ്പാപ്പന്മാരെടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഒന്നാണ് ജസ്റ്റിഫിക്കേഷൻ ക്ലോസ്. ഒരാൾ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കുന്നത് കത്തോലിക്ക സഭയുടെ എക്സ് കാത്തഡ്ര ഡിസിഷനാണ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് എ മാൻ. എന്ന് വെച്ചാൽ ആദത്തിൻ്റെ ഒരു സന്തതി ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത് അമലോത്ഭവ മറിയത്തിൻ്റെ പുത്രനായ കർത്താവായ യേശുവിനെ ഏകരക്ഷകനും നാഥനും ദൈവമായ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. അവനാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാത്ത ഒരാൾക്ക് വേറൊരാൾ മഹ്റോൻ ചെല്ലാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾ അടിസ്ഥാനമായിട്ട് ഇരിക്കണം. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുണ്ടോ? പല കാര്യങ്ങളും എന്ത് ചെയ്യണം? അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പ്രൈമറി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൾ ചെയ്താലും സ്വർഗത്തിൽ നിന്ന് നമ്മൾ ഔട്ടാവില്ല. എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണേ. നിങ്ങളിത് മനസ്സിലാക്കി, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടിരുന്നെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ
നമ്മളുടെ വിഷയം ഇതാണ്. ക്രിസ്തീയതയുടെ മൂടുപടമണിഞ്ഞ് ക്രിസ്തീയതയോട് ചേർന്ന് ഈ നവയുഗ ആത്മീയതകൾ എന്ത് സംഭവിച്ചു? സഭയിൽ കയറിപ്പറ്റി ക്രിസ്ത്യാനി അല്ലാണ്ടാക്കി. ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ യോഗയാണെങ്കിൽ അടുത്ത സ്ഥലത്ത് പ്രാണി ഹീലിംഗ്, അവിടെ പ്രാണി ഹീലിംഗ് മറ്റൊരിടത്ത് റേക്കി. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുണ്ടോ? വേറെ സ്ഥലത്ത് നിന്ന് പിന്നെ മഷി പരട്ടിയിരിക്കുക, ഇവിടേക്ക് മഷി പരട്ടി കളർ തെറാപ്പി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ ആ സിസ്റ്റർ പറയാം, എന്താ ബ്രദർ ചിരിക്കണേ? അല്ല, ഞാൻ ആലോചിക്കാൻ ഈ മണവാട്ടിമാരുടെ ഈ ഗതി വന്നല്ലോ. അല്ല സിസ്റ്റർ, ഇതെന്ത് സിസ്റ്റർ ഈ ഇവിടെയൊക്കെ ഈ മഷിയൊക്കെ പറ്റിയിരിക്കണേ? ഒരു ചിരി, ഒരു കള്ളച്ചിരിയില്ലേ? സാറ ചിരിച്ചൊരു ചിരിയില്ലേ? സാറോട് ചോദിച്ചു, നീ പറഞ്ഞോന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ? നോള പറഞ്ഞില്ലേ? സാറ ഒരു കള്ളച്ചിരി ചിരിച്ചായിരുന്നു. സാറാ പണ്ടൊരു ചിരി, അതേപോലെ ഒരു ചിരി. ഞാൻ പറഞ്ഞു, ഇതെന്തിങ്ങനെ പറ്റിയിരിക്കണേ മണവാട്ടിമാർ? അത് ബ്രദറിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് മനസ്സിലാവുന്നേ എന്ന് പറയും. എനിക്ക് അത്ര ബോധക്കേടൊന്നുമില്ല, എനിക്ക് മനസ്സിലാവണം എന്നൊക്കെ. അതെ, ആ സാധനം ഇവിടെ പരത്തിയാലേ എൻ്റെ ഈ വീക്കായിട്ടുള്ള ഞരമ്പേ എന്താവും, ബലം കിട്ടും. അപ്പം ഞാൻ ചോദിച്ചു, ഇതിന് ഈ കളർ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ്. പറഞ്ഞായിരുന്നു ഇതൊരു തെറാപ്പിയെ കണ്ടാണെന്ന്. ഞാനിത് പറയാൻ തന്നെ ഇവിടെ വന്നേക്കണേ. ഇതിനകത്തെ സഭ പറഞ്ഞിട്ടുണ്ട് ഈ കളർ തെറാപ്പി, ക്രിസ്റ്റൽ തെറാപ്പി, മാഗ്നറ്റ് തെറാപ്പി, ഇങ്ങനെ പല തെറാപ്പികളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഈ മണവാട്ടിമാർ ഈ വകുപ്പ് ഈ കൈ കർത്താവിൻ്റെ കുരിശിൻ്റെ അങ്ങാപ്പുറം വെച്ചാണ് കെട്ടാൻ പണ്ടല്ലേ, അല്ലെങ്കിൽ കുരിശിൻ്റെ പിന്നിൽ കയറി കിടക്കാൻ പണ്ടല്ലേ? ഈ മണവാട്ടിമാർക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണതാ കുരിശിൻ്റെ പിൻഭാഗം ഒഴിച്ചിട്ടേക്കണേ. കുരിശിൻ്റെ പിൻഭാഗം എന്തിനാ ഒഴിച്ചിട്ടേക്കണേ? ഒരു നിവൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കുരിശിൻ്റെ പിന്നിൽ കയറി കിടക്കണം. മണവാട്ടിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണത്. ഇതാണ് അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞത്, സഭയെ അനുസരിക്കുന്നില്ലെങ്കിൽ ഉടനെ പറയണം ഞാൻ അനുസരിക്കില്ല, ഞാൻ സഭയെ അനുസരിക്കുള്ളൂ എന്ന് പറയണം. അതിന് തന്നെ ഇടം വേണം. സഭയെ അനുസരിക്കാത്തവർ സഭയോടൊത്തല്ല. ഈ കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളോട് തന്നിട്ടുള്ള ഉപദേശം അച്ഛന്മാർ പറഞ്ഞിട്ടുള്ളത് പരസ്യമായിട്ട് പറയണം, സഭയെ അനുസരിക്കാൻ സഭയോടൊത്തല്ല. അതുകൊണ്ട് സഭയെ അനുസരിക്കാത്തവരെ ഞങ്ങളും അനുസരിക്കില്ല എന്നങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞോ. ഞാനിത് പരസ്യമായിട്ട് പറയാൻ തീരുമാനിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നസ്രായനായ യേശു വിചാരിച്ചിട്ട് ലോകത്തെ മുഴുവൻ കിടിക്കല്ലേ? ഒരു പൗലോസ്ലിയെ വിചാരിച്ച് ലോകം മുഴുവൻ സുവിശേഷം എത്തിച്ചല്ലേ? പിന്നെ ഈ മില്യൺ രക്തമുള്ള മില്യൺസിനെ കൊണ്ടൊന്നും പറ്റില്ല. അവർ ഒറ്റപ്പെട്ടു പോവേ. ഒറ്റപ്പെടലൊന്നുമില്ല, നമ്മൾ ഐക്യപ്പെടലാണ്. ആരുമായിട്ട്? യേശു ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടാണ്. ആർക്ക് നമ്മളെ ഒറ്റപ്പെടുത്താൻ പറ്റും? ആർക്ക് നമ്മളെ വേർപെടുത്താൻ പറ്റും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും. യോഗയ്ക്കോ, റേക്കിക്കോ, പ്രാണിക് ഹീലിങ്ങോ, ഒരു അച്ഛൻ്റെ അംഗീകാരത്തിനോ? നോ. സാൽവേഷൻ ഈസ് എബവ് എവറിത്തിങ്. നിത്യജീവൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ഉപരിയാണ്. ഇത് വ്യക്തിപരമായിട്ട് സ്വന്തമാക്കേണ്ടതാണ്. ഒറ്റപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റില്ല. മില്യൻ അല്ലെന്ന്, ഒറ്റപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്. യേശു ക്രിസ്തു ഒറ്റപ്പെട്ട് തിരസ്കരിക്കപ്പെട്ടത് കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വിസ കിട്ടിയത്. അല്ലെങ്കിൽ പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് പോലും വിസ കൊടുക്കൂല. അറിയാമോ? നിങ്ങൾ യെശയ്യായുടെ പുസ്തകം വായിച്ചു നോക്കുക. എൻ്റെ ദാസൻ ഞാൻ കൽപ്പിച്ച് ചെയ്താൽ അവനെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വലതുഭാഗത്ത് ഇരുത്തും എന്നാണ് വചനം പറയുന്നത്. ഏത് ദാസനെ കുറിച്ചായി പറയണേ? യേശുവിനെ കുറിച്ച്. യേശു ക്രിസ്തുവിന് കൊടുക്കാത്ത കൺസെഷൻ മില്യൻ പ്രതീക്ഷിക്കരുത്, ഞാനും പ്രതീക്ഷിക്കരുത്. യേശു ക്രിസ്തുവിനുള്ള കണ്ടീഷൻ എന്താ? ദൈവത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റിയാൽ തിരിച്ചു പോകാനുള്ള വിസ കിട്ടും. അല്ലെങ്കിലോ ഇവിടെ വട്ടം കറങ്ങി നടക്കുള്ളൂ. പുത്രന് കൊടുക്കാത്ത ഒരു കൺസെഷൻ കൊല്ലംകാർ പ്രതീക്ഷിക്കണ്ട കേട്ടോ, കൊച്ചിക്കാരും പ്രതീക്ഷിക്കരുത്. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. നിങ്ങളൊന്നും ഒറ്റയ്ക്കല്ല, മനസ്സിലാവുണ്ടോ? ഒറ്റപ്പെടണം. സ്വന്തക്കാരും വീട്ടുകാരും നാട്ടുകാരാലും ലോകരാലും വെറുക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാനുള്ള വിസ കിട്ടും. അല്ലെങ്കിൽ ഇവർ വിസ തരും. ഇവരെവിടേക്ക് പോകണം വിസയാണ്, അത് തരും. സ്വന്തക്കാരും വീട്ടുകാരും നാട്ടുകാരും പോകണം വിസ നിങ്ങൾക്കും കിട്ടും.
ഏത് വേണം? തീരുമാനം എടുത്തോ? ഏത് വേണം? പറയണ മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് സഭയെ അനുസരിക്കാത്തവരെ നമ്മൾ നമ്മൾ അനുസരിക്കാതിരുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. കാരണം എന്താ? നമ്മൾ ആരെ അനുസരിക്കണ്ടേ? ആരെ അനുസരിക്കണം? അങ്ങനെ ഒരു ടോക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. എന്താ? യോഗ ചെയ്യണ ആൾ പറയണം, ഞാൻ എന്നോട് യോഗ ചെയ്യാൻ പറഞ്ഞാൽ യോഗ ചെയ്യണം അനുസരണത്തിൻ്റെ പേരിൽ. എന്താ വേണ്ടാത്ത നിങ്ങൾ? ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വിഭജിക്കുക എന്നുള്ളത് പാപമല്ല. അപ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസത്തിലേക്ക് മാറിയ ഒരു ക്രിസ്ത്യാനി പറയാണ്, എടാ വ്യഭിചാരം അത് ദൈവം തന്നിട്ടുള്ളതാ. യൂറോപ്പിൽ നിന്ന് അവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുത്തുള്ള ആൾക്കാരെ മുഴുവൻ സംസാരിക്കാൻ പോയാൽ നിങ്ങൾ 6-ാം പ്രമാണം 9-ാം പ്രമാണമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഞാൻ സ്വയംഭോഗം ചെയ്യുന്നത് അതൊക്കെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. എടാ ഈ ആസക്തി ദൈവം തന്നെ അത് ഉപയോഗിച്ചാൽ എന്ത് തെറ്റാ? നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? സൈക്കോളജി, പാരസൈക്കോളജി, ഡെപ്ത് സൈക്കോളജിയുടെ ഇഫക്റ്റാണത്. ഡാർവിൻ തിയറിയുടെയും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ എന്തായി? ഇതിന് നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് എന്ന് പേര് കൊടുത്തു. എന്ത്? നമ്മളിലുള്ള അശുദ്ധിയും ആസക്തിയും എന്ത് പേര് കൊടുത്തു? പ്രകൃതിയാലുള്ള ഒരു തള്ളൽ. അത് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഉപയോഗിക്കാണ്ടിരുന്നാൽ മാനസിക വിഭ്രാന്തി ഉണ്ടാവും. പറയണ മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് പറയണ മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഈ വലിയ വലിയ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ 6-ാം പ്രമാണം 9-ാം പ്രമാണമൊക്കെ സംസാരിക്കാൻ നിങ്ങൾ ചെല്ല്. നിങ്ങൾ നല്ല അംഗീകരിക്കപ്പെട്ട വ്യഭിചാരികളായിട്ട് തിരിച്ചു വരും. ഇവിടെ അനുഭവമുള്ള ആൾക്കാരുണ്ട്, വേണ്ട ആൾക്കാരുണ്ട്. ആത്മരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. അതായത് ഞാനൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനാണ്? എൻ്റെ ആത്മാവിനെയാണ്. ദൈവം എന്നോട് എൻ്റെ ആത്മാവിനെയാണ് ചോദിക്കുക, അല്ലാണ്ട് എൻ്റെ ഈ ബ്യൂട്ടിഫുൾ ശരീരം ഒന്നല്ല ചോദിക്കാൻ പോണേ. മനസ്സിലാവുണ്ടോ? ഇതിന് പകരം ഞാൻ എന്ത് നൽകും? അപ്പോൾ അറ്റ് ദി കോസ്റ്റ് ഓഫ് മൈ സോൾ ഐ ഷാൽ നോട്ട് കോംപ്രമൈസ്. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയോട് തുലനം ചെയ്യുമ്പോൾ ബാക്കി ഒന്നിനും ഞാൻ പൗലോസിലയുടെ ഭാഷയിൽ പറയും ഇതെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കളയണം. നിങ്ങൾ ഒരു മനുഷ്യനെയും വിഗ്രഹമാക്കരുത്. ഭാര്യയായാലും കൊള്ളാം, ഏതൊരു വ്യക്തിയായാലും കൊള്ളാം. നിങ്ങൾ നോബഡി ഈസ് എബവ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ മുകളിൽ ആരുമില്ല. ദൈവത്തിൻ്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ആരെയാണ് അനുസരിക്കണ്ടേ? ദൈവത്തെ അനുസരിക്കണം. അതാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. വഴിതെറ്റിപ്പോണ ഒരുത്തൻ അവൻ പറയണം നീതി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ കാരണം അവൻ വയസ്സായ ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പനാണ്. അപ്പം കള്ളുപിടിക്കുകയാണ്. അത് നീ കുടിച്ചോടാ, ഞാൻ കള്ളുപിടിക്കും. കാരണം എന്താ? അപ്പനെ എനിക്ക് അനുസരിക്കണ്ടേ? അപ്പം വിചാരിക്കാം നീ പോരടാ. അപ്പം എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? അനുസരണം. എന്തുകൊണ്ട് സാറേ ഈ അനുസരിക്കാന്ന് പറഞ്ഞാൽ ആരെയാണ് അനുസരിക്കേണ്ടത്? ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. അതാണ് പറഞ്ഞത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. നിങ്ങൾ സുഭാഷിതങ്ങൾ 28-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കുക. 28, 9, 13 ഒക്കെയാണ്. 28:9 നിയമനിഷേധിയുടെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. ദൈവത്തെ അനുസരിക്കാത്ത ഒരു വ്യക്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. പ്ലീസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നിയമനിഷേധിയുടെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. ദൈവത്തിന് വെറുപ്പാണ്. ദൈവത്തെ അനുസരിക്കാണ്ട് ഒരുത്തിന് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. 28:9 കണ്ടോ? നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരിക്കണം. അനുസരണമാണ് ഫൗണ്ടേഷൻ. അനുസരണമാണ് ആരാധനയുടെ കാതലായ ഭാഗം. മോശ ചെന്ന് അഹറോനോട് പറഞ്ഞത് എന്താ സാറേ? നീ എന്തിനാ ഈ ആൾക്കാരെ കൊണ്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ മോശ പറഞ്ഞത് എന്താ? ഞങ്ങളുടെ ദൈവത്തിനെ ആരാധിക്കാനായിട്ട് ഞങ്ങൾക്ക് പോകണം, അതുകൊണ്ട് നീ ഞങ്ങളുടെ ആൾക്കാരെ വിടാൻ പറയണം. എന്നിട്ട് ഈ 10-60 ലക്ഷത്തിനെയും കൊണ്ടിട്ട് എവിടെ എത്തി? സീനായ് മലയിലെത്തി.
എന്നിട്ട് എല്ലാത്തിനും അവിടെ നിർത്തിയിട്ട് എവിടെ പോയി? മലമുകളിലേക്ക് പോയി. അവിടെ 40 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ എന്താ കൊണ്ടുവന്നേ? നിങ്ങൾ ഇങ്ങനെ പൂജ ചെയ്യണം, അങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞ് വല്ല നിയമാവലിയാണ് കൊണ്ടുവന്നേ. എന്താ കൊണ്ടുവന്നേ? 10 കൽപ്പന കൊണ്ടുവരണം. ഇതനുസരിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. അപ്പോൾ ആരാധനയുടെ കാതലായ ഭാഗം അനുസരണമാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഇതെന്താണ്? കാതലായ ഭാഗം എന്താ? അനുസരണമാണ്. അതാണ് ഒന്നാം പ്രമാണം ലംഘനം. ഹവ്വ ചെയ്തത് എന്താ? ദൈവത്തെ അനുസരിക്കേണ്ട ഹവ്വ ആരെ അനുസരിച്ചു? പിശാചിനനുസരിച്ചു. അപ്പോൾ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ആരാധന അവൾ ആർക്ക് കൊടുത്തു? അതുകൊണ്ട് കർത്താവ് മോശയിലൂടെ പറഞ്ഞു, നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഈ 10 കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം. അതാണ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. അങ്ങനെ ആ 10 കൽപ്പനകൾ അനുസരിച്ച ഒരു സമൂഹത്തെ വാർത്തെടുത്ത് അതിൽ നിന്നും അന്ന ജവാക്യം, അന്ന എന്ന ഒരു വിശുദ്ധ സ്ത്രീയുടെ വിശുദ്ധ ഗർഭപാത്രം ദൈവം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ആ വിശുദ്ധ ഗർഭപാത്രത്തിൽ പരിശുദ്ധയായ കന്യകാമറിയം വന്ന് ജനിച്ചു. അങ്ങനെ ആ പരിശുദ്ധ കന്യകാമറിയത്തിൽ തൻ്റെ പുത്രനായ യേശു ജനിച്ചു. അങ്ങനെ നമുക്ക് രക്ഷ കിട്ടി. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ 10 കൽപ്പന എന്ന് പറഞ്ഞാൽ നിത്യജീവൻ്റെ വൃക്ഷമാണ്. അതാണ് ബാറൂക്ക് 4:1 പറയുക, അവൾ ദൈവകൽപ്പനയുടെ പുസ്തകമാണ് അവൾ. യാക്കോബേ, നീ മടങ്ങി വരിക. കാരണം ഈ പ്രമാണങ്ങൾ മുഴുവൻ അനുസരിച്ച് ഒരൊറ്റ വ്യക്തിയുള്ളൂ. ആരാ? പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് 3:18 പറയുന്നു, സുഭാഷിതം 3:18 എന്ത് പറയുന്നു? വായിക്കി, ബൈബിളെടുത്ത് വായിക്കി, നിങ്ങൾ വചനം വായിക്കി. ദൈവത്തെ അനുസരിക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, വ്യർത്ഥ കുഷ്ഠം പിടിക്കുള്ളൂ. അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടും. ആ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലമായ യേശുവിനെ ഭക്ഷിക്കുന്നവർക്കാണ് നിത്യജീവൻ കിട്ടുക. അപ്പോൾ വൃക്ഷവും ഫലവും വേർതിരിക്കാൻ പറ്റില്ല. മറിയത്തെയും യേശുവിനെയും വേർതിരിച്ചു കൊണ്ടുള്ള ഒരു സുവിശേഷം ആരെങ്കിലും പ്രസംഗിക്കുന്നെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല. ഇറ്റ്സ് നോട്ട് ഫ്രം ഗാഡ്. ഒരിക്കലും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തി പോവില്ല. നമുക്ക് ഫ്രഷായിട്ടൊരു ഫലം കഴിക്കണമെങ്കിൽ വൃക്ഷത്തിൽ നിന്ന് പൊട്ടിച്ച് തന്നെ കഴിക്കണം. സകല കൽപ്പനകളും വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ആര്? എന്ത്? അവളോട് ചേർന്ന് ജീവന്റെ വൃക്ഷമാണ് അവൾ. ആ വൃക്ഷത്തിൽ നിന്നും ഫലം തിന്നുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുമെന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവളെ വേർതിരിച്ചിട്ട് ഫലം മാത്രം തിന്നാൻ പറ്റൂല. ഫലം തിന്നാതെ ഉണങ്ങിപ്പോയതായിരിക്കും. അതുകൊണ്ട് പറഞ്ഞ യാക്കോബേ നീ മടങ്ങി വരിക. അവിടെ എഴുതിയിട്ടില്ലേ? ബാറൂക്കിൽ ഇല്ലേ? അവിടെ പറഞ്ഞില്ലേ? യാക്കോബേ മടങ്ങി വന്ന് നീ അവളെ സ്വീകരിക്കുക. കണ്ടോ? അവളുടെ പ്രകാശത്തിൻ്റെ പ്രഭയിലേക്ക് നടക്കുക. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആരാധനയിൽ കാതലായ ഭാഗം അനുസരണമാണെന്നുള്ളതും, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് വെച്ചാൽ അനുസരിക്കേണ്ടത് ആരെയാ? ദൈവത്തിനെയാണ് അനുസരിക്കേണ്ടത്. അനുസരിക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. അനുസരിക്കാണ്ടിരുന്ന് കുറേ നാൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ചൊറിച്ചിൽ പിടിക്കും. അവിടെ മനസ്സിലാവണ്ട, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ അതിർവരമ്പങ്ങളെയും ആഴങ്ങളെയും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ബോധ്യമുണ്ടാവണം. ഇവരുടെ ഒരു പ്രസംഗം കേട്ടിട്ട് നമ്മുടെ വിശ്വാസം ക്ഷയിക്കരുത്. അതുപോലെ ഈ മാർട്ടിൻ ബ്രദറിൻ്റെയും പ്രസംഗം കേട്ടിട്ട് കേൾക്കുന്നവരുടെ ആരുടെയും വിശ്വാസം ക്ഷയിക്കരുത്. നിങ്ങൾ സ്വന്തമായി പഠിക്കണം, അപഗ്രഥിക്കണം. സ്വന്തമായി അത്യാവശ്യം സാക്ഷര കേരളമല്ലേ, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ അത്ര ഒന്നും പരിജ്ഞാനം എനിക്കില്ല. പാമ്പുകളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ എളിമയുള്ളവരായിരിക്കും. നിങ്ങൾ വൈദികരെ ബഹുമാനം, ഞങ്ങൾ വൈദികർക്ക് വേണ്ടി ജീവൻ കൊടുക്കണവരാ. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ?
ഒരു ഇടവകയിൽ ഒരു നിലവിളക്ക് വെച്ചതിന് ഒരു വൈദികനെ നിങ്ങൾ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഒരു വൈദികനും സ്വന്തം വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് ഒരു നിലവിളക്ക് വെച്ചിട്ടില്ല. ഏതെങ്കിലും വൈദികർ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് നിലവിളക്ക് വെച്ചിട്ടുണ്ടോ ടീച്ചറെ? നിങ്ങൾ ഇടവകക്കാർ കൊടുത്തതല്ലേ അല്ലേ? എന്നിട്ട് നിങ്ങൾ ഈ വൈദികരെ കുറ്റം പറയണതിനാ? നിങ്ങൾ ഈ സഹ്യാദ്രിൻ സംഘം പറയാണ്, അച്ഛാ വേണ്ട, നമുക്ക് നിലവിളക്ക് വേണ്ട, ഇത് നമ്മുടെ സാധനമല്ല, നമുക്ക് വേണ്ട, നമുക്ക് നല്ല ഒരു മനോറയോ അല്ലെങ്കിൽ നല്ല എഴുതിരി കത്തിച്ചാൽ പോരെ, നമ്മുടെ സംസ്കാരം അതല്ലേ. ഞങ്ങൾ ആരും സ്പോൺസർ ചെയ്യുന്നില്ല. പള്ളിയുടെ പൈസ നിലവിളക്ക് മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ സഹ്യാദ്രിൻ സംഘം അജപാലന സമിതിയോ എന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിലവിളക്കുണ്ടാവോ? പിന്നെ നിങ്ങൾ ഈ അച്ഛന്മാരെ കുറ്റം പറഞ്ഞതിനാ? അല്ല, ഏതെങ്കിലും അച്ഛന്മാർ വീട്ടിൽ നിന്ന് അവൻ്റെ ആളുടെ ഷെയറിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നിലവിളക്ക് മേടിച്ചിട്ടുണ്ടോ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ജനങ്ങൾ മേടിക്കില്ല എന്ന് പറഞ്ഞു അത് ആൾ സ്വന്തം പൈസയിൽ പോയി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അത് ജനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ ഏതെങ്കിലും വൈദികർ അങ്ങനെ വെച്ചിട്ടുണ്ടോ? വയ്ക്കുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ കുറ്റമൊന്നും പറയണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞേക്കാം സാറന്മാരെ. അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. കാളക്കുട്ടി ഉണ്ടാക്കാനുള്ള സ്വർണ്ണം ആര് കൊടുത്തു? ജനം കൊടുത്തു. എന്നിട്ട് കാളക്കുട്ടി ഉണ്ടാക്കി കാളക്കുട്ടിനെ ആരാധിച്ചവരെല്ലാം മോശം വന്നപ്പോൾ 3000 എണ്ണത്തിനെ വെട്ടിക്കൊന്നു. ഇല്ലേ സാറേ? അഹ്റോനൊന്നും ചെയ്തില്ല കേട്ടോ. അച്ഛൻ പറഞ്ഞിട്ട് നിങ്ങൾ നിലവിളക്ക് കൊടുക്കും, നിലവിളക്ക് കത്തിക്കും. ശിക്ഷ കിട്ടും. ആർക്ക് കിട്ടും? നിങ്ങൾക്ക് കിട്ടും. അച്ഛനെ ഒഴിവാക്കും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, കപ്പ്യാർ പറഞ്ഞു, നിലവിളക്ക് കത്തിച്ചു, നിലവിളക്ക് സ്പോൺസർ ചെയ്തിട്ട് അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് ആരായിരിക്കും? കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആരെ അനുസരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക.